നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവസാന വിജയം സത്യത്തിന് തന്നെയായിരിക്കും. എന്തൊക്കെ തത്വചിന്ത വിളമ്പിയാലും ഇവള് കാരണം ഒരു കുടുംബം കൂടി കുട്ടിച്ചോറായി. അതെ, ഞാൻ ആരുടെ കുടുംബം ഒന്നും തകർത്തിട്ടൊന്നുമില്ല. ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നിയിട്ടുമില്ല. എന്റെ അവസ്ഥയെന്ന് ചിന്തിക്കുന്നവർക്കേ അത് മനസ്സിലാവും. ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസാക്ഷി ഉള്ളവർക്കല്ലേ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. മോളെ, നീ കരയാണോ? എന്തിനു? ആ ഓട്ടച്ചങ്ങനുമായിട്ടുള്ള ചാർത്ത് കൈമാറ്റം മുടങ്ങിയതിനോ? നല്ല കഥേ. അതിനൊന്നും കണ്ണീര് മിസ്സാക്കാനേ ഈ മയൂരെ കിട്ടത്തില്ല. കിട്ടുമെന്ന് കരുതിയ കോടികൾ, സൗഭാഗ്യങ്ങൾ അകന്നു പോകുന്നൊരു പേടി. ഒന്നും സംഭവിക്കില്ല മോളെ. സിദ്ധാർത്ഥൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. നീ വരയ്ക്കുന്ന കള്ളികൾക്കുള്ളിലായിരിക്കും അവന്റെ ജീവിതം. പക്ഷേ അവളെ, ആ ഒരുമ്പുട്ടോളെ ഞാൻ വെറുതെ വിടില്ല. അവളെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്നാലും നിന്റെ ഏട്ടത്തെ സമ്മതിക്കണം. ഒരു ബന്ധമില്ലാത്ത വീട്ടിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാ അന്തസ്സുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? അവർക്ക് എന്തന്തസ്സാ ഉള്ളത്? എവിടെയും വലിഞ്ഞു കയറുമല്ലോ. ഇതൊരു പ്ലാൻഡ് ഗെയിം ആണെന്ന് എന്റെ സംശയം. എന്ത് പ്ലാൻ? അതായത് നിരഞ്ജൻ ഡോക്ടറും ദേവിയേട്ടനും ചേർന്നുള്ളൊരു പ്ലാൻ. എന്തിന്? എന്റെ നിത്യേ, നീ ഇങ്ങനെ പൊട്ടിയാവല്ലേ. സുധിസാറിന്റെ ഹൃദയം ആ സിദ്ധാർത്ഥനാണ് കൊടുത്തതെന്ന് നിരഞ്ജൻ ഡോക്ടർ ഇന്ന് വെളിപ്പെടുത്തി. എന്തിനാ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? ഓ, ഇത് ഇങ്ങനൊരു പൊട്ടി. അയാളുടെ കല്യാണ നിശ്ചയം മുടക്കാൻ അല്ലേ? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു പ്ലാൻഡ് ഗെയിമാണ്. എന്തിനു വേണ്ടി? ഇപ്പൊ തന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും അവളോട് സോഫ്റ്റ് കോർണർ തോന്നിയിട്ടില്ലേ? ആ, ദേവികയാണെങ്കിൽ അവനെ ഇനി ഊടും പടക്കം പിടിക്കും. അപ്പോ അവൻ പതിയെ ഇവിടെ ഈ വീട്ടിൽ സ്ഥാനം പിടിക്കും. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കരുത്. നിന്റെ കൂട്ടുകാരിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തേരെ. നമ്മുടെ ശത്രുപക്ഷത്തെ സിദ്ധാർത്ഥ്, അതോർത്ത് വേണം നിന്റെ ഓരോ നീക്കങ്ങളും. ഞാൻ ശ്രദ്ധിച്ചോളാം ശരത്തേട്ടാ. അളിയാ, ഇത് തന്നെയാണോ വീട്? ഉറപ്പാണോ? എന്റെ പൊന്നളിയാ, ഉറപ്പാ. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളതാ. അതെന്തിനാ? ആ ദേവതയുടെ പുറകെ വന്നതാണോ? അല്ല. ഓ, ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നതായിരിക്കും. എന്റെ പൊന്നളിയ അല്ല. എന്നാ പിന്നെ പറ കുഞ്ഞളിയാ. ഇവിടെ അസ്ഥിത്തറ വെക്കുന്ന ചടങ്ങിന് വന്ന തിരുമേനിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോ ഞാനാ കൊണ്ടുവിട്ടത്. ഓ, വണ്ടിക്ക് മുന്നിൽ ആരൂടം വീണതായിരിക്കും. അളിയൻ ഇറങ്ങ്. പാർവതി,
കുഞ്ഞളീന് ഇരുന്ന ഇരിപ്പില് ഇവിടത്തെ സുതിമോന്റെ അച്ഛനെയും അമ്മയും ദേവിയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഹൃദയം തോന്നിപ്പിച്ചതാവും. അതാ ഞാൻ കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വന്നു അടുത്ത മാരണം. വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു കൈപ്പാടകലത്തി എന്റെ സുതിമോന്റെ ഹൃദയടിപ്പ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ കുടുംബത്തിന്റെ ദാനമല്ലേ അച്ഛാ എന്റെ ജീവിതം. എന്റെ സുധിയേട്ടന് സുഖം തന്നെയല്ലേ? സുഖം. എന്റെ ഉള്ളിന്റെ ഉള്ളില് സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഇരുന്ന് ദേവിക്ക് ഓർക്കുന്നുണ്ട്. ആ ഹൃദയം നിറയെ ഈ ദേവത അല്ല ഈ ദേവികയല്ലേ? അപ്പൊ പിന്നെ ഓർക്കാതിരിക്കുവോ? മോൻ അകത്തേക്ക് വാ. വാ വാ മോനെ. പാർവതി, കാപ്പി എടുക്ക്. ഞാൻ എടുക്കാച്ച. ഇവള് വന്ന് മോന്റെ കല്യാണം മുടക്കിയല്ലേ? കല്യാണമല്ല, നിശ്ചയം. നിശ്ചയം നിശ്ചയമല്ല അമ്മച്ചി, ചാർത്ത് കൈമാറ്റം. ചുമ്മാ ഒരു ചെറിയ ചടങ്ങ്. അമ്മച്ചി അല്ല, മുത്തശ്ശി. ഓ ശരി മമ്മി. എന്തായാലും ഒരു മംഗളകർമ്മ ഇവള് വന്ന് മുടക്കിയില്ലേ? അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം ഇങ്ങനെ വണ്ടും ചത്തു വിളക്കും കെടുത്തി. അതാ രീതി. അമ്മയൊന്നും വേണ്ടായിരിക്കമ്മേ. സമയം സന്ദർഭവും നോക്കാതെ സംസാരിച്ചോളും. അത് അത്ര വലിയ ചടങ്ങൊന്നുമല്ലായിരുന്നു മുത്തശ്ശി. ഒരു വാക്കുറപ്പിക്കല്. പിന്നെ ദേവികയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാൻ കാപ്പി എടുക്കാം. പതിയെ മതി. എനിക്ക് സുധിയേട്ടന്റെ ചിത്രം ഒന്ന് കാണണം. ഞങ്ങള് സമപ്രായക്കാരായിരുന്നിരിക്കാം. പക്ഷെ എനിക്ക് ജീവൻ തന്ന ആളിനെ ഞാൻ ഏട്ടനെന്നല്ലേ വിളിക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം. കൂടപ്പിറപ്പാ, കൂടപ്പിറപ്പ്. ഞാൻ സുധിയേട്ടന്റെ ചിത്രം എടുത്തിട്ട് വരാം.
ആ എന്നാ പിന്നെ ആ ചിതാഭസ്മ കലശം കൂടി ഇഞ്ഞെടുത്തു.